യുദ്ധം അവസാനിപ്പിക്കാനും സമാധാന കരാറിനും ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗ്. ബന്ദിമോചനം സാധ്യമാക്കുന്നതിനായി ഇസ്രായേൽ കാത്തിരിക്കുകയാണ്. എന്നാൽ ഹമാസ് സമാധാന കരാറുകളിൽ കൃത്രിമം നടത്തുകയാണെന്നും ഇസാക്ക് ഹെർസോഗ് ആരോപിച്ചു. ബ്രിട്ടനിലെ സന്ദർശനത്തിനിടെയാണ് പ്രതികരണം. ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിലപാട് കടുപ്പിച്ചു. ഖത്തറിൽ നടന്ന ആക്രമണം അമേരിക്കയുടെ അറിവോടുകൂടിയല്ല, അതിൽ അതൃപ്തി പ്രകടമാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഖത്തറിനോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം വന്നിരിക്കുന്നത്. സമ്മർദ്ദത്തെ തുടർന്നുള്ള പ്രതികരണം എന്ന് വേണമോ വിലയിരുത്താൻ? ഇത് നെതന്യാഹു അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരിക്കുമോ? അക്കാര്യം തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ എല്ലാവരും സംശയിക്കുന്നത്. ഇസാക്ക് ഹെർസോഗ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്നത് ഒരുപക്ഷെ വലിയ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. സ്റ്റാമറുമായുള്ള ചർച്ചയ്ക്കിടെ ഈ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇസാക്ക് ഹെർസോഗിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം ലണ്ടനിൽ സംസാരിക്കവെയാണ് ഇസ്രായേൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബന്ദിമോചനം സാധ്യമാക്കുന്നതിനുമുള്ള ഒരു കരാറിന് തയ്യാറാണ്, ഏത് നിമിഷവും അതിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഹമാസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. സമാധാന കരാറുകളിൽ എപ്പോഴും കൃത്രിമം കാണിക്കുന്നത് ഹമാസാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇസാക്ക് ഹെർസോഗിൻ്റെ ഈ പ്രസ്താവന ബെഞ്ചമിൻ നെതന്യാഹു അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളതാണ് ഏറെ സംശയകരം. കാരണം ഇന്ന് രാവിലെയാണ് അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഹമാസിൻ്റെ നേതാക്കൾ ലോകത്തെ എവിടെയുണ്ടെങ്കിലും, അതിപ്പോൾ ഖത്തറിലാണെങ്കിലും വീണ്ടും ആക്രമണം നടത്തും. ഇത്തവണ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ കൊലപ്പെടുത്തുന്നതിനായി ആക്രമണം നടത്തുക തന്നെ ചെയ്യുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാഗത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ അതൃപ്തിയുണ്ട്, ലോകരാജ്യങ്ങളുടെ പ്രതിഷേധമുണ്ട്, വലിയ തരത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നുണ്ട്. എന്നാൽ നെതന്യാഹുവിൻ്റെ കടുംപിടുത്തം തുടരുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ ആക്രമണം ഇപ്പോഴും പല രീതിയിൽ ഇസ്രായേൽ തുടരുക തന്നെ ചെയ്യുകയാണ്. ഫ്രീഡം പ്ലോട്ടിലേക്ക് നേരെ ഇപ്പോൾ ഒരു ഡ്രോൺ ആക്രമണം നടന്നതായി ആക്ടിവിസ്റ്റുകൾ പറയുന്നുമുണ്ട്. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗ് പറഞ്ഞത് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതാണ് അറിയേണ്ടത്.